മലപ്പുറത്തുള്ള പൊന്നാനിയിലുള്ള ഹനീഫ് എന്ന് പറഞ്ഞ എടുത്തത് എന്റെ ഹസ്ബൻഡിനെ കൂട്ടിട്ട് ഓടിക്കളഞ്ഞു. വാട്ട് എ സെൻസേഷൻ ന്യൂസ്. അവൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ അവനൊന്ന് സ്റ്റേഷനിലെത്തിക്കും പ്ലീസ്. എനിക്കിതൊക്കെ കാണുമ്പോ എന്റെ പുറം ചൊറിഞ്ഞോണ്ട് വരിക. നിങ്ങളുടെ ഭർത്താവിനെ ആരോ കത്തിക്കൊണ്ട് കുത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ അയാളെടുത്ത് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നിങ്ങളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ? ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. ഭർത്താവിനെ ആരെങ്കിലും കത്തിക്കൊണ്ട് കുത്തിയാൽ ആദ്യം സഫൂന് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാം. പെട്ടെന്ന് തന്നെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് അങ്ങോട്ട് ഒരു ലൈവ് ഇടും. ഹലോ ഗായ്സ്, എന്റെ ഭർത്താവിനെ ആരെ കത്തിക്കൊണ്ട് കുത്തി ഗായ്സ്. പ്രശ്നം മാറാൻ വേണ്ടി പ്രശ്നം വെച്ചപ്പോ അതൊരു പ്രശ്നമായി. ഏതാണ് ഈ സഫൂന എന്ന് ആലോചിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ സഫൂനെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി ഞാൻ ഇവരുടെ 1-2 റീൽ ഒന്ന് പ്ലേ ചെയ്യാം. അതന്നെ പിടിച്ചോ. എന്താണെന്നറിയോ അളിയാ? എന്റെ അളിയ അതൊന്ന് പറയളിയ. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ. നമ്മുടെ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേരയുടെ കൂടെ ഒക്കെ കട്ടക്ക് അഭിനയിക്കുന്ന ഒരു പെൺ സിംഗമാണ് സഫൂന. ഡീറ്റെയിൽ ആയിട്ട് പറയണം. സഫൂനയും ഭർത്താവും ഒരുമിച്ച് എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരുത്തൻ വന്ന് ഭർത്താവിനെ ആക്രമിച്ചത്. എന്തും ചെയ്യാൻ മടിക്കാത്ത എംബോക്കിയാണ് അവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. പൊന്നാനിക്കാരനാണ് ഹനീഫ് എന്നാണ് അവന്റെ പേര്. അവനാ കടപ്പുറത്താണ് അവന്റെ വീട്. നിങ്ങൾക്കറിയാം ഇൻസ്റ്റയിലുണ്ട് ഹനീഫ് പറഞ്ഞിട്ട്. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. നിനക്ക് എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, പരാതി കൊടുക്കണം. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ആളുടെ പേരും അഡ്രസ്സും വരെ സഫൂനൊക്കെ അറിയാം. പിന്നെന്താ പ്രശ്നം? പിന്നെ എനിക്കിപ്പോ നേരം അവിടൊക്കെ തീർക്ക്. അതിന് ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് എന്റെ ഭർത്താവിനെ കുത്തി അണിന്ന് പറയുന്നവനെ നിങ്ങളെല്ലാരും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണമെന്ന് പറയുന്ന കാര്യം എന്തുവാ? എന്നെ മെനക്കെടുത്താത്ത കോണറും മുറുക്ക് ഇറങ്ങിയിരിക്കാണോ? താനും അവനും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഞാൻ ഹസ്ബൻഡിന് കുത്തിയേറ്റിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ, അല്ലാതെ നീ വീഡിയോ ഇടുകയാണോ എന്നൊക്കെ ചോദിച്ചു. ചിരിച്ചോ മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കിട്ടൂല, പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം. പക്ഷെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് ആണ് പറഞ്ഞത് അവൻ ഇവിടുന്ന് എസ്കേപ്പ് ആയി. എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസം എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ വീഡിയോ. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായി. അതിന് ഒരുപാട് കുഴപ്പമില്ല, കാരണം എന്റെ ഭാഗത്ത് ഫോൾട്ട് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത്. ഞാനത് അക്സെപ്റ്റ് ചെയ്യും. പറ്റി, അബദ്ധം പറ്റി, ശരിക്കും എനിക്ക് അബദ്ധം പറ്റി. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കാം.